ഹലോ ഗൈസ്, നമ്മളെന്താ പിന്നെ കളിക്കാൻ പോണി ഗ്രാനി റിവ. ഇന്ന് നമ്മൾ ഗ്രാനി റിവ ഒരു കാർ എസ്കേപ്പ് വിത്ത് ഓൾഡ് നൈറ്റ്മെയർ കളിക്കാൻ പോണി ഗൈസ്. ഓൾഡ് നൈറ്റ്മെയർ പണ്ടത്തെ നൈറ്റ്മെയർ ആണ് ഗൈസ്. സി നൈറ്റ്മെയർ ആണെങ്കിൽ നമുക്ക് വീട് ഫുള്ള് ചോരയാണ് ഗൈസ്. അപ്പം നമ്മുടെ ചാനലുകൾക്ക് 100 സബ്സ്ക്രൈബുകൾ കളിച്ചിട്ടുണ്ട്. വളരെയധികം താങ്ക്സ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഇന്ന് നടക്കത്തില്ലായിരുന്നു. സോ അപ്പം നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് 15 ഗൈസ്. സോ ഗ്രാനി ഹാർഡ് മോഡിൻ്റെ ഗെയിം ഇവിടെ ഉറപ്പായിട്ടും പിന്നെ വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ആദ്യം ഇത് കളിക്കാം. എടാ നമ്മളെന്തായാലും സ്പോണായിട്ടുണ്ട് ഗൈസ്. എടാ കിളവി മിക്കവാറും താഴെയാവാനാണ് എൻ്റെ ഒരു നിഗമതം. ഓക്കെ, ഞാൻ പറയുന്നത് ആ ടി വിയുടെ ഇതിൽ കൂടെ വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വരുമോ? ആ ബെസ്റ്റ്, ഞാൻ പറഞ്ഞില്ല ഗൈസ്. എനിക്ക് തോന്നി കിളവി അതിൽ കൂടെ വരുന്നതെന്ന്. ലെറ്റ്സ് ഈ കിളവി അവിടെ നോക്കി നിൽക്കുകയാണ്. കിളവി ഒന്ന് കിളവി എണ്ണച്ചി. ഈ കിളവി എന്ത് കാണിക്കുന്നേ? കിളവി പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ നൈസായിട്ട് ഇങ്ങോട്ട് ചാടുക തന്നെ. ഓക്കെ, നമുക്ക് ഇത് കൊണ്ട് മുറിച്ചേ നമുക്ക് എന്തായാലും ഇവിടെ ശബ്ദം ഉണ്ടാക്കണം ഗൈസ്. ലെസ്കോ കിളവി ഇപ്പം എന്തായാലും ഇങ്ങോട്ട് ഓടി വരും. നമുക്ക് എന്തായാലും ഇവിടെ ഗ്യാസിലിരിപ്പുണ്ട്. നമുക്ക് ഗ്യാസിലെടുത്തോണ്ട് കണ്ടം വഴി ഇടാം. ലെസ്കോ. ഓ ഗൈസ്, ഇവിടെങ്ങും ഇപ്പം ആരുമില്ല. ഗ്രാൻഡ് ബൂസ് ഇവിടെ ഉണ്ടോയെന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. ഗ്രാൻഡ് ബോ വിത്ത് ഷോട്ട് ഗണ്ണാണ് ഗീസ്. ഗ്രാൻഡ് ബോ ആണെങ്കിൽ 2 കിലോമീറ്ററിൽ നിന്ന് ദൂരത്ത് നമ്മൾ അടിച്ചിട്ടും വെറുതെ വേണ്ട. അയ്യോ കിളവൻ നമുക്കില്ലേ ഒരു കാര്യം ചെയ്യാം. ഇവിടെ വെപ്പൺ കീ ഇങ്ങോട്ട് പോയി എടുക്കുക തന്നെ. ഇതെന്താ എലിയുടെ ഗീസ്? ഞാൻ എലിയും ഞാനിവിടെ റേസിലാണ് ഗീസ്. മാറിക്കില്ല ഗീസ്. നമുക്കതിൽ വെപ്പൺ കീ എടുക്കാം. കിളവൻ എന്തായാലും ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടായിരിക്കും. സീനില്ല, ഒരു വിഷയമില്ല. നമുക്ക് നേരെ അങ്ങോട്ട് എടാ അയ്യോ എൻ്റെ അമ്മേ ജസ്റ്റ് മിസ്. എൻ്റെ അമ്മേ, ഇത് ഹാർഡ് മോഡിലോ നോർമലോ അല്ലാതെ തീർന്നേനെ. ഈസി മോഡിലോട്ട് തന്നെ ഇപ്പം നമ്മൾ ചത്തേനെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജസ്റ്റ് മിസ് ആയിരുന്നു. ഈ കിളവൻ ഇവിടെ ഉണ്ടോ? എടാ വാതിലങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് വിഷയമില്ല ഗൈസ്. നമ്മൾ നേരെ പോണേ. ലെറ്റ്സ് ഗോ. തുറക്ക തന്നെ. ഇനി കിളവിടെ അന്തിയാണ്. കിളവി കമോൺ. ഗ്രാൻഡ്ബയും കിളവി എല്ലാരും ഇങ്ങോട്ട് ഓടി വാ. പരിപ്പടൻ ചായ റെഡിയാണ്. നമ്മളിന്ന് എസ്കേപ്പ് ആയിരിക്കും ഗൈസ്. പ്ലീസ് നമ്മളിന്ന് എസ്കേപ്പ് ആയിരിക്കും. ഡേ 1 തന്നെ എസ്കേപ്പ് ആവും ഉറപ്പണീസ്. നമ്മുടെ അടുത്തല്ലേ കളി. നമ്മൾ റഷീദിക്ക നമ്മൾക്ക് അറിയില്ല. ദേണ്ട ഓടി വരുന്നു മണവാട്ടി പെണ്ണ്. പോള വേണേച്ചി ഗൈസ്. മണവാട്ടൻ എന്ത് ചേച്ചേ? മണവാളൻ എന്തേ? മണവാളനെ കൂടെ പനിക്കണം. മണവാള കമോൺ. അതാ മണവാളൻ ഓടി വരുന്നു. എന്നാ പിടിച്ചോ ഗൈസ്. കിളവൻ്റെ ഗണ്ണ് നമുക്ക് അങ്ങോട്ട് എടുക്കാം. നമുക്കിനി നേരെ നമ്മുടെ ഇവിടേക്ക് ട്രാപ്പ് ഇട്ടേക്ക് പഞ്ഞക്കറി. നമുക്കതെല്ലാം ഇവിടെ മാറും. നമുക്കതായത് നേരെ ഇതിന്നിട്ട് എടുക്കാം ഗൈസ്. കിളവി ഇപ്പോൾ സ്പൂണാവോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരിക്കും. ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കതിൽ നേരെ പോവാം. നമ്മൾ ഷോട്ട് ഗണ് ഇച്ച് അവന്മാരെ കൊല്ലുന്നില്ല. നമ്മൾ ക്രോസ് ബോയെ കൊല്ലുന്നുള്ളൂ. കാരണം ഷോട്ട് ഗണ് നമ്മൾ വെറുതെ എടുക്കുന്നില്ല. ഷോട്ട് ഗണ് നമ്മൾ അപ്പാപ്പനെ കൊടുക്കുന്നുമില്ല, വെറുതെ എടുക്കുന്നുമില്ല. എങ്ങനെയുണ്ട് ഐഡിയ? നമ്മൾ ഷോട്ട് ഗണുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഗ്രാൻഡ് എടുക്കാൻ ചാൻസ് കുറവാണ്. ഗ്രാൻഡ് അവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഹാമർ എടുത്ത് നേരം മണ്ടയ്ക്ക് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇതൊക്കെ ചവിട്ടി പൊടിക്കാം. ഓ ഗൈസ്, കാർക്കി കിട്ടി. കാർക്കി അങ്ങോട്ട് വലിച്ചറിയാം. ഓക്കെ, സോ ഗൈസ് നമുക്ക് കിളവിനെ ഒന്നോർത്തട്ടാം. കിളവി തൊടി. അപ്പാപ്പൻ എന്ത് ചെയ്യും? അപ്പാപ്പൻ നേരെ ഓടി വിടുന്നു. എന്നാ വിളിച്ചത്? സോ ഗൈസ് നമുക്ക് നേരെ കൊണ്ട് ബുക്ക് വെക്കാം. ഇവിടെങ്ങും ആരുമില്ല. നമ്മളിപ്പോൾ 2 മിനിറ്റത്തേക്ക് രണ്ടുപേരും തട്ടിപ്പോയിട്ടുണ്ട്. സീനില്ല, തുറക്കാനെ. ഇനി നമുക്ക് ബുക്ക് കൊണ്ടങ്ങോട്ട് കുടുക്കുക തന്നെ. എഞ്ചിൻ പാട്ട് എടുക്കുക, സ്ക്രൂ ഡ്രൈവർ എടുക്കുക, അത്രേ ഉള്ളൂ. നമുക്കൊരു പ്ലാൻ ഉണ്ട് ഗൈസ്. ഓക്കെ, അടുത്ത് അങ്ങോട്ട് വലിച്ചെറിയുക. കാർക്കി എടുക്കുക, വലിച്ചെറിയുക. സ്ക്രൂ ഡ്രൈവർ എടുക്കുക, വലിച്ചെറിയുക. എല്ലാം സെറ്റാണ്. അവന്മാരിപ്പം റീസ്പോൺ ആയിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞാൽ അവന്മാർ സ്പോൺ ആകത്തുള്ളൂ. അത് സീനില്ല. നമുക്കെന്തായാലും നേരെ നമ്മുടെ കട്ടിംഗ് പ്ലേസും എടുക്കാം. ഓക്കെ, ലെറ്റ്സ്. നമുക്കെന്തായാലും നേരെ കട്ടിംഗ് പ്ലേസ് എടുത്താണ് മണ്ടക്ക് ലെറ്റ്സ്. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ട് കട്ടിംഗ് പ്ലേസ് മുറി. ഓക്കെ ഗൈസ്, നമുക്കതിന് നേരെ പോയി കട്ട് ചെയ്യാം. എന്തായാലും കിളവി സ്പോണാവെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കതിന് നേരെ പോയി കട്ട് ചെയ്യാം. നമുക്കെന്തായാലും പോവാം. എനിക്ക് തോന്നി കിളവനും
സ്പൂണായി ഇല്ല ഗൈസ്. ഇപ്പൊ സ്പൂണ ഒരു 5 സെക്കൻഡ്. ഓ ഗൈസ് വേണ്ട കിളവിയാണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ മാളത്തിന്റെ ഉള്ളിൽ വിളിച്ചിട്ടുണ്ട്. കിളവി അങ്ങോട്ട് തട്ട് തന്നെ. ഇനി അപ്പാപ്പൻ വരട്ടെ, അപ്പാപ്പനെ അവിടെ തട്ടണം. ഒമാര് സ്പൂൺ നമ്മൾ കട്ടാക്കിയതാണ്, അതുകൊണ്ടാണ് സോറി. ഓക്കെ ഗൈസ്. എടാ അപ്പാപ്പനൊന്നും വരുന്നില്ലല്ലോടാ. ആ അപ്പാപ്പൻ തന്നെ ഓടി വരുന്നു. നമുക്കാണെങ്കിൽ പകുതി സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്ക് ഇതൊക്കെ എടുത്ത് വലിച്ചെറിയാം. നമ്മളാണെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മുടെ പാഡ്ലോക്കിയൊക്കെ എടുത്തായിരുന്നു. സ്ക്രൂ ഡ്രൈവറിന്റെ അടുത്തായിരുന്നു പാഡ്ലോക്കിയൊക്കെ. നമ്മളൊക്കെ അതൊക്കെ എടുത്തായിരുന്നു. നമ്മൾ പാഡ്ലോക്കി ഇനി ഇതെല്ലാം താഴെ കൊണ്ട് തിരിക്കാം. തിരിക്കാൻ ഇതൊക്കെ തുറക്കണോ? ഒക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ തുറക്കാം. കാർക്കി എടുത്ത് ഇനി അത് തണ്ണിമതനുണ്ട്. നമുക്കതിന്റെ എൻജിൻ പാർട്ട് കൊണ്ട് വെക്കാം. ഫ്രഞ്ച് എടുത്തെടുക്കാം. ഫ്രഞ്ച് സെറ്റ്. എടാ എനിക്ക് സമയമില്ല. നമുക്ക് നേരെ പോയി നമ്മുടെ ഇനിയും ഗ്യാസിനൊക്കെ അവിടെ ഇരിക്കട്ടെ ഗൈസ്. നമുക്ക് ഗ്യാസിലെണ്ണ ഒഴിക്കാന്ന്. വെറുതെ വേണ്ട ഗ്യാസിൽ പോകാൻ ചെയ്യും. എന്നിട്ട് നമുക്ക് തണ്ണിമത്തനെ കൊണ്ട് മുറിക്കണം. തണ്ണിമത്തം മുറിക്കുന്നതിന് മുമ്പ് കളി ഒന്ന് തട്ടണമെന്ന് എൻ്റെ ഒരു വിശ്വാസം. തട്ടണോ ഗൈസ്? തട്ടണ്ട ഗൈസ്, വെറുതെ എന്താ തന്നെ കളി പല സ്പോണാവത്തില്ലായിരിക്കും. ഇനി 1 മിനിറ്റ് കൂടെ കാണും. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പാപ്പനെങ്ങാണ്ട് ഇവിടെ സ്പോണായി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി. ബ്ലേമേ ഇവിടെ കാണാൻ സ്പോണായി കഴിഞ്ഞാൽ തുരഞ്ഞടാ. ഓടിക്കോ പ്രേമ. സ്പാർക്കുകളൊക്കെ ഇടിക്കിളവി ഇപ്പൊ വരുമായിരിക്കും. ഈ കിളവി ഓടി വരുന്നു. നമ്മൾ ഷട്ട് ഡൗൺ ആയിട്ടുണ്ട് കിളവി. എടാ ഉണ്ട് കപ്പാപ്പനി പോരടാ. ഒന്നോ അടാ അപ്പാപ്പ വരും ഇപ്പം. മാറിക്കളവി അപ്പാപ്പനി ഇപ്പോൾ ഓടി വരും. 3, 2, 1 വരുന്നില്ലല്ലോ. അപ്പാപ്പ ഒന്ന് ഓടി വാ. അപ്പാപ്പ ഓടി വാ കളവ. എന്നാ ഓടി. പുള്ളിക്കാരന്റെ നെഞ്ചത്തെണ്ണ ഇവിടെ മാറി. പുള്ളിക്കാരന്റെ നെഞ്ചത്തെണ്ണ കൊടുത്തിട്ടുണ്ട്. ഈ നമുക്ക് നേരെ സ്പൈഡർക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പം ഇനി നമുക്ക് ഇത് ഇനി നമുക്ക് കാർ ബാറ്ററി മാത്രം മതി. പക്ഷെ എത്ര പെട്ടെന്നല്ലേ നമ്മൾ എസ്കേപ്പ് ആവും. നേരെ സിമ്പിൾ. അയ്യോ അതിന്റെ ഇടയ്ക്ക് ഒരു തേങ്ങ ആനിമേഷൻ. നമുക്ക് നേരെ പോവാം. സ്പൈഡറിന്റെ അടുത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഗീസ്. ഈ ലപ്പാപ്പനും ലുപ്പാപ്പനെയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അന്നോട് തീർക്കണം ഗൈസ്. ഈ ഇവിടെ നമ്മുടെ സ്റ്റൺ ഗണ്ണും കളിക്കിരിപ്പുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് എഴുതാം. ഈ ഇവിടെ സ്റ്റൺ ഗണ്ണും മറ്റേ റിവോൾവർ ഒക്കെ ഉണ്ട്. മറ്റേ സ്റ്റൺ ഗൺ ചാപ്റ്റർ 2-ലും പിന്നെ മറ്റേ ട്വിൻസിലെ റിവോൾവർ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്റ്റൺ ഗൺ അങ്ങോട്ട് വലിച്ചറിയാം. ജാസ്റ്റ് നമുക്ക് ഒന്നും താട്ടണ്ടേ അവന്മാരെ. സ്പൈഡർ റേഞ്ചിൽ അങ്ങോട്ട് പറന്നു പോയിട്ടുണ്ട്. പറന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നമുക്കൊന്നല്ലേ നേരെ എസ്കേപ്പ് ആവാം. കാർ ബാറ്ററി എടുത്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണെങ്കിൽ പണ്ടരക്കാലത്ത് വരുന്നേ ഉള്ളായിരിക്കും. നമുക്കതിന് കാർ ബാറ്ററി എടുത്ത് അങ്ങോട്ട് വലിച്ചെറിയ. എന്നിട്ട് അപ്പാപ്പനെ അമ്മൂമ്മയെ ഒന്നോടെ തട്ടണം ഗൈസ്. അല്ലാതൊരു മനസ്സുഖം ഇല്ല. ഇവരിപ്പോൾ സ്പോണായി കാണത്തില്ല, എന്നാലും ഒന്ന് കൊല്ലണമല്ലോ. നമ്മൾ സ്റ്റൺ ഗൺ വെച്ച് ഇതുവരെ കൊന്നില്ല. ഇപ്പൊ വരുമായിരിക്കും ഗൈസ്. കിളവി ഓടി വന്ന് കിളവിയെ തട്ടി. കിളവിയുടെ ഡാൻസ് കളിക്കുന്നു. ജിങ്ക് ചിക്ക മാറും ഉമ്മയൊക്കെ തരാൻ പറ്റില്ല കളവി. എന്താ ചെയ്യാനാ, നമ്മളെത്ര ഇതായോണ്ടായിരിക്കും. ഗൈസ് അപ്പാപ്പൻ വരുമ്പോഴത്തേക്ക് നമ്മൾ മിക്ക എസ്കേപ്പ് ആവുമായിരിക്കും. ഗൈസ് അപ്പാപ്പൻ കാണുന്നില്ല. നമുക്ക് അപ്പാപ്പൻ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യാം. ഫ്രഞ്ച് മുറുക്കിയേക്കാം. എന്ത് പറയുന്നു? നമ്മൾ നേരത്തെ ആ ഫ്രഞ്ച് മുറുക്കിയില്ലായിരുന്നു. അവിടെ മുറുക്കണ പെട്ടെന്ന് മുറുക്കണം. അപ്പാപ്പനെ പോയിരൂടാ. അയ്യോ ഗൈസ് പുള്ളിക്കാരൻ്റെ ഒരു ഷോട്ട് ഗൺ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പാപ്പ ഓടി വാ. അപ്പാപ്പന് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ്. അപ്പാപ്പ where are you? I see you. ആഹാ എല്ലാരും ബാ. ആഹാ പറഞ്ഞോണ്ട് ഇപ്പൊ മിക്കവാറും വരും. അതേണ്ട ആഹാ കൂടങ്ങളവാ. മാറും ഇതെന്താ എന്നെ ഡാൻസ് കളിക്കുന്നത്? എടാ നമുക്ക് അതിന്റെ നേരെ സ്പാർക്ക് ബാക്ക് ഇങ്ങോട്ട് എടുക്കാം. എടുക്കണം. നമ്മളങ്ങോട്ട് എസ്കേപ്പ് ആകാൻ പോണി. സ്പാർക്ക് ബാക്ക് എടുക്കുക. നമ്മളെ കാർക്കി ഇവിടെ ഉണ്ട്. കാർക്കി ഇങ്ങോട്ട് എടുക്കുക. നമ്മളങ്ങനെ എസ്കേപ്പ് ആകുമ്പോൾ ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. കാർ എസ്കേപ്പ് വിഷയല്ലടാ. വിത്ത് ഷോട്ട് ഗൺ എന്തിനും. സോ ഗൈസ് ഗ്രാനി 1 ഹാർഡ് മോഡ് ഗെയിമിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. നമ്മളങ്ങനെ കിളവിയും നോക്കി നിൽക്കി നമ്മളങ്ങനെ എസ്കേപ്പ് ആയി. ഓൾഡ് നൈറ്റ്മെയർ ഇട്ടിട്ട്. സോ ഗൈസ് നമുക്കൊരു വിഷയം നിങ്ങൾക്ക് അറിയാലോ. സോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ചാനൽ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.